ചോദ്യം ഇതാണ്. തോമാപുരത്തിന്റെ കുടിയേറ്റ ചരിത്രം നാടകമാക്കിയ അതിന് എന്തു പേര് നിർദ്ദേശിക്കും, എന്തുകൊണ്ട്? തോമാപുരത്തിന്റെ വീരഗാഥകൾ എന്ന് ഞാൻ പേര് കൊടുക്കും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ധാരാളം ചരിത്ര സംഭവങ്ങൾ എല്ലാം ഉള്ള ഒരു നാടാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് കലാകാരികൾ ഇവരെല്ലാം ഈ ചിത്രകലയിൽ നിന്നും വളർന്ന് പന്തലിച്ച് വലിയ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പേര് നാടകമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ചോദ്യം ഇതാണ്. വിശുദ്ധന്മാരുടെ ജീവിത ചരിത്രത്തിൽ ഏറ്റവും മനുഷ്യനെ സ്വാധീനിച്ചത് ആരുടെ ജീവിതമാണ്, എന്തുകൊണ്ട്? വിശുദ്ധന്മാരുടെ ജീവിത ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനിച്ചത് ആരെന്ന് ചോദിച്ചാൽ രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കാതെ എനിക്ക് പറയാൻ സാധിക്കും. അത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവചരിത്രത്തിലെ ഒരു സംഭവമാണ്. ഫ്രാൻസിസ് സേവ്യറിന്റെ പ്രേക്ഷിത ജീവിതത്തിന്റെ ആരംഭകാലത്ത് അദ്ദേഹത്തിന് കുഷ്ഠരോഗികളുടെ വ്രണങ്ങൾ വൃത്തിയാക്കുന്നതിൽ അങ്ങേയറ്റം ആർപ്പ് തോന്നിയിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ഈ ആർപ്പ് മാറ്റിത്തരണമെന്ന്. ആർപ്പ് മാറ്റാൻ വേണ്ടി അദ്ദേഹം പിറ്റേ ദിവസം ചെയ്ത കാര്യം ഒരു കുഷ്ഠരോഗിയുടെ വ്രണത്തിലെ ഒരു പുഴുവിനെ എടുത്ത് ഭക്ഷിക്കുകയാണ് ചെയ്തത്. അത്ര തീവ്ര യേശുവിനോടുള്ള സ്നേഹം പ്രദർശിച്ച ആ സംഭവം എൻ്റെ മനസ്സിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്നു. അതാണ് വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച സംഭവം. വളരെ വേഗതയിലുള്ള ടെക്നോളജിയുടെ വളർച്ച ഭൂമിക്കും മനുഷ്യനും നല്ലതാണ്. അഭിപ്രായം വ്യക്തമാക്കുക. എല്ലാവർക്കും സുഖബോധകരമെന്നു. ചോദ്യം അതിവേഗത്തിലുള്ള ടെക്നോളജിയുടെ വളർച്ച എന്നാണ്. ഭൂമിക്കും മനുഷ്യനും നല്ലതാണോ എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. എനിക്ക് അതിൽ പറയാനുള്ളത്, ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ഇതായിട്ടുള്ള ടെക്നോളജി ആവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെയുള്ള കാലത്തിനനുസരിച്ച് ഈ ടെക്നോളജി ഇല്ലായിരുന്നു. അന്ന് അസുഖങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടെ തുടർക്കഥയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. ചോദ്യം ഇതാണ്. ന്യൂജൻ പെൺകുട്ടികൾക്ക് ഒരു ഉപദേശം കൊടുക്കുവാനുള്ള അവസരം ലഭിച്ചാൽ എന്തായിരിക്കും പറയുക? ഇപ്പോഴത്തെ കാലത്തെ ന്യൂജൻ കുട്ടികളുടെ വേഷവിധാനങ്ങളും അവരുടെ പെരുമാറ്റ രീതികൾ നമ്മുടെ സമൂഹത്തിൽ
പ്രത്യേകിച്ച് പഴയ തലമുറയിലുള്ളവർക്ക് അത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. എങ്കിലും കുറച്ചും കൂടെ അവർ മാന്യമായ രീതിയിലുള്ള വസ്ത്രധാരണവും അതേപോലെ പെരുമാറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ട ഉപദേശം കൊടുക്കുവാനാണ് എനിക്ക് താല്പര്യം. ഇനി വരുന്ന തലമുറയിലെ അധ്യാപകർക്ക് കൊടുക്കുവാനുള്ള ഉപദേശം എന്താണ്? ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമെന്നറിയാം. നമ്മൾ നസ്രാണി കാലങ്ങളിലെ ഈ മനോഹരമായ കടന്നു പോകുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ചോദ്യം, ഇനി വരുന്ന തലമുറയ്ക്ക് അധ്യാപകൻ ഇനി വരുന്ന തലമുറയിലെ അധ്യാപകർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഇനി വരുന്ന തലമുറയിലെ അധ്യാപകർ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഗുരു ആരാണെന്ന ചോദ്യം വരും. നമ്മൾ വിചാരിച്ച കഴിഞ്ഞാൽ ക്ലാസ് പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഗുരു എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, നസ്രായനാണ്. ആ നസ്രായന്റെ മാതൃക സ്വീകരിക്കാൻ മാത്രമാണ് വരും തലമുറയ്ക്ക് ഏറ്റവും നല്ല അധ്യാപകനാകാനുള്ള ഏറ്റവും നല്ല മാർഗം. താങ്ക് യു. താങ്കൾക്ക് ന്യൂജൻ തലമുറയിലെ മാതാപിതാക്കൾക്ക് കൊടുക്കുവാനുള്ള ഒരു ഉപദേശം എന്താണ്? അപ്പം എനിക്ക് കിട്ടിയ ചോദ്യം ന്യൂജൻ തലമുറയിലെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം എന്താണെന്നാണ്. ആദ്യം തന്നെ ഏവർക്കും എൻ്റെ ഇടവക ദിന ആശംസകൾ. മോഡേൺ തലമുറ എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള കുറെ കുട്ടികളാണ്. അവരുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ കൂട്ടു നിൽക്കണം. അത് അവരുടെ പ്രണയമായിക്കോട്ടെ, അങ്ങനെ പലതിലും കൂട്ടു നിൽക്കണം നിങ്ങൾ. അത് അവരുടെ പുതിയ അതായ പോലെ എല്ലാ കാര്യത്തിലും നിങ്ങൾ കൂട്ടു നിൽക്കണം. അത്ര എനിക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ളൂ. ചിറ്റാനിക്കാലിന്റെ ടൂറിസം സാധ്യതകൾ താങ്കളുടെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ്? പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശത്ത് ടൂറിസത്തിന് വലിയൊരു സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തെക്ക് ഭാഗത്ത് നല്ലൊരു പുഴ ഒഴുകുന്നു. അവിടെ ഇപ്പോൾ തന്നെ ടൂറിസം ആയിട്ട് വളരെയധികം മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മുടെ കിഴക്ക് ഭാഗത്ത് വളരെ നിബിഡമാണ്. കർണാടക ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടില്ല. അവിടെ കുറേ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ വന്നാൽ എപ്പോഴും നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ മലപ്രദേശം കാണുവാനും ഈ ഫോറസ്റ്റ് സൗന്ദര്യം അനുഭവിക്കാനും ഈ പച്ചപ്പ് ആസ്വദിക്കാനൊക്കെ അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഹോം സ്റ്റേകൾ, നല്ല ഹോട്ടലുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വാഹന സൗകര്യങ്ങൾ, റോഡുകൾ എല്ലാം നന്നാക്കിയാൽ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് നല്ലൊരു ടൂറിസം മേഖലയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ ഒരു MLA അല്ലെങ്കിൽ ഒരു MP സ്ഥാനാർത്ഥി ആണെങ്കിൽ രാഷ്ട്രീയം മാറ്റി നിർത്തി നിഷ്പക്ഷമായ രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കുവാൻ പോകുന്ന 3 വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ആദ്യമായി പറയുന്നത് ഒരു KSRTC ഡിപ്പോ. നമ്മുടെ ടൗണിൽ വാഹന സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഒരു KSRTC ഡിപ്പോ ആണ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നത്.
സെക്കൻഡ്ലി നമുക്കൊരു ഹോസ്പിറ്റലിന്റെ ആവശ്യമുണ്ട്. നമ്മൾ മുമ്പ് സംസാരിച്ച് ചേച്ചി പറഞ്ഞതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ അത്യാവശ്യമാണ്. ഹോസ്പിറ്റൽ അതും എന്നെ കഴിയാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കാൻ നമുക്ക് LP സ്കൂളുണ്ട്, LKG ഉണ്ട്, ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു കുറവ് ഒരു കോളേജാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കട്ടെ, ഇവിടെ തന്നെ വളരട്ടെ, നാടിന്റെ നന്മകളായി മാറട്ടെ. ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.